അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ 15-ാം രാവിലെ മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ റബീഉൽ അവ്വലിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവ് കൂടിയാണെന്ന്. ശ്രേഷ്ഠമായ ഒരു സമയം അല്ലാഹുവേ ഞങ്ങൾക്ക് ധന്യമാക്കാൻ തൗഫീഖ് നൽകണേ. ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാ. തെറ്റുകളൊക്കെ മാപ്പാക്കി നല്ല ഈമാൻ തഖ്വ ഞങ്ങൾക്ക് നൽകണേ. ദുആ കൊണ്ട് വസീയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഉമ്മമാർ, സഹോദരിമാർ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ. പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും നീ ഖൈർ നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ പടച്ചോനെ. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി തരണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങളുടെ മാസം ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. മൗലീദ് പാരായണം ചെയ്യണം, സ്വലാത്തുകൾ ചെല്ലണം, സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടതായ രാവാണ് വെള്ളിയാഴ്ച രാവ്. അള്ളാഹുവിനോട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയണം. അവസാനം വരെ എല്ലാവരും പങ്കെടുക്കുക. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആദ്യമായിട്ടൊരു ഫാത്തിഹ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. പടച്ചോനെ, ഞങ്ങൾ ഓതിയതായ ഫാത്തിഹ കബൂലാക്കണേ. അതിന്റെ സവാബിന്റെ മിസ്ല് ഇന്നത്തെ രാവിലെ മരണപ്പെട്ടു പോയ മുൻകാലങ്ങളിലെ റബീഉൽ അവ്വൽ 15-ാം രാവിലെ മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുൽ അർവാഹിലേക്കും എത്തിക്കണേ. ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മൺമറഞ്ഞിട്ടുണ്ടോ അവരുടെ അർവാഹിലേക്കും എത്തിക്കണേ. അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകണേ പടച്ചോനെ. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും നിന്റെ സ്വർഗ്ഗം നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലാം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരാൾ വൈകുന്നേര സമയത്ത് ചൊല്ലി പ്രഭാതത്തിന് മുമ്പ് മരണപ്പെട്ടാൽ നല്ല വിശ്വാസത്തോടു കൂടിയാണ് അവൻ ചൊല്ലിയതെങ്കിൽ അവനക്ക് സ്വർഗമുണ്ടെന്ന് ഹബീബായ തങ്ങള് ചൊല്ലിക്കോളൂ മുഅ്മിനീങ്ങളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂ ലക ബിനിഅമതിക അലയ്യ അബൂ ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. നാദാ, ഞങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകളും നിന്റെ മുമ്പിൽ സമ്മതിക്കുകയാണ്. ഞങ്ങൾക്കിനി മാപ്പാക്കണേ അല്ലാ. നീയല്ലാതെ പുറത്തു തരുന്നവൻ ആരുമില്ല അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ഹബീബായ തങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന അവിടുത്തെ മദ്ഹ് പറയുന്ന സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്ത് വലിയ മഹത്വമുള്ള 2 ആയത്തുകളാണ്. മഹാന്മാര് അതൊക്കെ പതിവായി ചൊല്ലിയിരുന്നതായ ആയത്തുകളാണ്. ആ ആയത്തുകൾ 7 തവണ ഒരാൾ വൈകുന്നേര സമയത്ത് ചൊല്ലിയാൽ പ്രഭാതം വരെ അവൻ മരിക്കൂല എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കി തരട്ടെ. നമുക്ക് അള്ളാഹു കബൂലിയത്ത് നൽകട്ടെ. ഓതിക്കോളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو
عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. അല്ലാഹുവേ സ്വീകരിക്കണേ പടച്ചോനെ, ഞങ്ങൾ ഓതിയതായ സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ നാദാ അതിന്റെ ഫളിൽ കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കി തരണേ അല്ലാഹ്. ആഫിയത്തും ഹിദായത്തും ഞങ്ങൾക്ക് നൽകണേ പടച്ചോനെ. ദീർഘായുസ്സും ആഫിയത്തോടെ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇത് 2 ആയത്തുകൾ 7 തവണ ഓതിയ മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന എല്ലാ ഖൈറും ബറക്കത്തും നേട്ടങ്ങളും ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് റബീഉൽ അവ്വലിന്റെ ഈ വെള്ളിയാഴ്ചയുടെ മനോഹരമായ ഇന്നത്തെ രാവിലെ മങ്കൂസ് മൗലീദിലെ 1-ാമത്തെ ഹദീസ് അങ്ങ് പാരായണം ചെയ്യാം. അല്ലാഹു നമുക്ക് സ്വീകാര്യം നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി يا أيها الذين آمنوا صلوا عليه وسلموا تسليما سبحان الذي أطلع في شهر ربيع الأول كمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا اللهم صل وسلم وبارك عليه وأخرجه في آخر الزمان كما قدر وأبدا وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه أخجل كمرا وفرقدا ألا هو الذي توسل به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح عليه السلام فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مخمدا ورأته أمه آمنة رضي الله عنها حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا صلى الله عليه وسلم. قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام ب1000 عام يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فاهبطني الله في صلب آدم عليه السلام إلى الأرض وجعلني في سفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من السلاب الكريمة الفاخرة للأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاح قط. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطاهي والحبيب العربي. أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطاهي والحبيب العربي. أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. الصلاة على النبي
والسلام على الرسول الشفيع الأبطاهي والحبيب العربي ارتكبت على الخطأ غير حصر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاهي والحبيب العربي إننا نرجو إلى كأس حوضك للعطش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاهي والحبيب العربي الشفاعة هب لنا في القيامة مشفقا وأهلنا إن ضاع يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاهي والحبيب العربي الصلاة على النبي كل وقت دائما لها نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاهي والحبيب العربي അല്ലാഹുവേ സ്വീകരിക്കണേ, ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു തരണേ പടച്ചോനെ, വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാ. റസൂലുള്ളാഹിനെ കാണാൻ ഒരുപാട് തവണ അവിടുത്തെ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചോനെ, ദുആ കൊണ്ട് വസീയത്ത് ഒരുപാട് പേരുണ്ട്. കടം വീടാനും സ്വന്തമായി വീടുണ്ടാവാനും അല്ലാഹുവേ അവരുടെ കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കണേ, സ്വന്തമായി വീട് എത്രയും പെട്ടെന്ന് നൽകണേ അല്ലാ. അതുപോലെ വേറെ സഹോദരി മോന്റെ വീടെടുക്കാൻ വേണ്ടി അല്ലാഹുവേ പെർമിറ്റ് കിട്ടാൻ വേണ്ടി പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്, ശരിയായി കിട്ടാൻ അല്ലാഹുവേ എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണേ. എല്ലാ പ്രയാസങ്ങളും തടസ്സങ്ങളും മാറ്റിക്കൊടുക്കണേ, ബറക്കത്ത് നൽകണേ, അവർക്ക് ഇനി ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അതുപോലെ വേറെ സഹോദരി വിഷമങ്ങൾ മാറാൻ വേണ്ടി അല്ലാഹുവേ അവരുടെ വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ. ഊരവേദനയുണ്ട് ഉസ്താദെ, ദുആ ചെയ്യണേ അല്ലാഹുവേ. സഹോദരിയുടെ ഊരവേദന മാറ്റി കൊടുക്കണേ അല്ലാഹുവേ. എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും നീ ഖൈറ് നൽകണേ പടച്ചോനെ. അങ്ങനെ ഒരുപാട് പേര് പല വിഷമങ്ങളും പറഞ്ഞിട്ടുണ്ട് നാഥാ, അവരുടെ സങ്കടങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ 70,000 തഹ്ലീല്, ഓരോ ദിവസം 1000 തവണ ചൊല്ലേണ്ട തഹ്ലീല് എല്ലാവരും ചൊല്ലണം. പലരും ചൊല്ലുന്നുണ്ട് എന്നവർ കമന്റിലൂടെ അറിയിക്കുന്നു. അല്ലാഹു തആല അത് പൂർത്തിയാക്കാൻ ചൊല്ലാത്തവർക്ക് ചൊല്ലാൻ തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ അസ്മാഉൽ ഹുസ്നയുടെ മജ്ലിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 29ാമത്തെ മജ്ലിസ്, 29ാമത്തെ ഇസ്മാണ് ഇന്നത്തെ മജ്ലിസ്. എല്ലാവരും അതിന് പങ്കാളികളാവുക. അല്ലാഹു നമുക്ക് വലിയ തൗഫീഖ് അതിനൊക്കെ നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച രാവാണ്. ഹബീബായ തങ്ങളെ മേൽ സ്വലാത്ത് ചെല്ലാം. അല്ലാഹു നമ്മുടെ സ്വലാത്തിന് റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على النور واهره 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 اللهم صل على النور واهره
اللهم صل على النور واهله 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 അല്ലാഹുവേ സ്വീകരിക്കണേ ഹബീബായ തങ്ങളുടെ ഹളറത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ ഇപ്പോൾ തന്നെ എത്തിക്കണേ അല്ലാ. ഈ വെള്ളിയാഴ്ച രാവിന്റെ മനോഹരമായ സമയത്ത് ചൊല്ലിയ സ്വലാത്ത് റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുക്കണേ. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ പെട്ടെന്ന് ഹാസിലാക്കി തരണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തൽ ലിൽ ആലമീൻ. الصلاة والسلام عليك يا رحمة للعالمين 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 الصلاة والسلام عليك يا رحمة للعالمين. സ്വീകരിക്കണ പടച്ചോനെ. ദുആ ചെയ്യാണ്. വെള്ളിയാഴ്ച രാവാണ്. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന രാവാണ്. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആമീൻ പറയുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه سيدنا محمد صلى الله عليه وسلم. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയതും ചൊല്ലിയതുമെല്ലാം കബൂലാക്കണേ. ഹബീബായ തങ്ങളുടെ ഹളറത്തിലേക്ക് അതിന്റെ സവാബ് ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കണേ. മറ്റെല്ലാ അമ്പിയ മുർസലീങ്ങൾ ഔലിയാക്കന്മാരുടെ ഞങ്ങൾക്ക് കടപ്പാടുള്ള മഹാന്മാർ, ഞങ്ങൾ ഉസ്താദുമാർ എല്ലാവരുടെയും റവാഹിലേക്ക് എത്തിക്കണേ. അവിടെ ദറജ ഉയർത്തണേ. റസൂലുള്ളാഹിക്ക് വസീലത്തും ഫളീലത്തും നൽകണേ. അവിടുത്തെ ഒരുപാട് തവണ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. റബ്ബേ, റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട്, അമ്പിയാ മുർസലീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ തെറ്റുകൾ പുറത്തു തരണേ. ഞങ്ങളുടെ ഈമാൻ പൂർണ്ണമാക്കി തരണേ. എല്ലാ ഫിത്നകളിൽ നിന്നും ശർറുകളിൽ നിന്നും ഞങ്ങളേവരെയും കാക്കണേ അല്ലാ. പലരും ദുആ ചെയ്യണേ എന്ന് പല സങ്കടങ്ങളും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും കമന്റുകൾ കാണുന്നു. പടച്ചോനെ, എല്ലാവരുടെയും വിഷമങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണേ. ഏതൊരു കാര്യം പറഞ്ഞിട്ടാണോ ദുആ കൊണ്ട് വസിയതെങ്കിൽ ആ കാര്യം നീ റാഹത്തിലും വിജയത്തിലുമാക്കി കൊടുക്കണേ അല്ലാ.
ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ആരെയും വെറുതെയാക്കല്ല പടച്ചോനെ. ഞങ്ങൾക്കിനി ഞങ്ങളിലുള്ള എല്ലാ സങ്കടങ്ങളും, മനസ്സിനരട്ടിക്കൊണ്ടിരിക്കുന്നതായ വിഷമങ്ങൾ, ടെൻഷനുകൾ, പ്രയാസങ്ങളൊക്കെ നീക്കി തരണേ അല്ലാ. റാഹത്ത് മനസ്സിന് നൽകണേ അല്ലാ. ശരീരത്തിന് ആരോഗ്യം നൽകണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ. എല്ലാ ഫിത്തനകളിൽ നിന്ന് അവരെ കാക്കണേ അല്ലാ. അവർക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഗ്രാഹ്യശക്തി വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ ആരോഗ്യമുള്ള മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് റാഹത്ത് നൽകണേ. അവർക്ക് നീ ഗർഭം നിലനിർത്തി കൊടുക്കണേ അല്ലാ. പടച്ചോനെ, ആന്തരികവും ബാഹ്യവുമായി ന്യൂനതകളില്ലാത്ത ആരോഗ്യമുള്ള സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ പടച്ചോനെ. ഖൈറിന്റെ കവാടങ്ങൾ, അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് തുറന്നു തരണേ. എല്ലാ ശർറിനെ തൊട്ടും ഫിത്നകളെ തൊട്ടും കാക്കണേ അല്ലാ. നിന്റെ പൊരുത്തത്തിലായ ആഫിയത്തോടെ ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ. സാഹിര്യങ്ങളുടെ സിഹ്റിനെ തൊട്ട് കാക്കണേ. കണ്ണന്മാരുടെ കണ്ണേറിനെ തൊട്ട് കാക്കണേ. അക്രമികളുടെ അക്രമത്തെ തൊട്ട് കാക്കണേ അല്ലാ. അസൂയക്കാരുടെ അസദിനെ തൊട്ട് കാക്കണേ പടച്ചോനെ. ഫിത്തനക്കാരുടെ ഫിത്തനയെ തൊട്ട് കാക്കണേ അല്ലാ. അങ്ങനെ എല്ലാ ശർറ് ചെയ്യുന്ന ശർറുകാരെ തൊട്ടും പടച്ചോനെ നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. നിന്റെ ഹിഫ്ള്, നിന്റെ കാവല് ഞങ്ങൾക്ക് നൽകണേ പടച്ചോനെ. ഞങ്ങൾ ആരെയും പരാജിതരിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങൾക്ക് മരണം ഹൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സ്വർഗം കണ്ട് റസൂലുള്ളാഹിനെ കണ്ട് വെള്ളിയാഴ്ച രാവോ പകലോ നല്ല സ്ഥലത്ത് നല്ല ആളുകളുടെ സാന്നിധ്യത്തിൽ മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഏവരെയും ചേർക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ അർവാഹിലേക്ക് നിന്റെ സവാബിന്റെ മിസിലെത്തിക്കണേ. അത് ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ആരുടെ മണ്ണിലാണവർ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ. ഈ അമലുകൾ ഞങ്ങൾ ചൊല്ലിയതെല്ലാം കണ്ട് അവർക്ക് ഖബറിൽ സന്തോഷം നൽകണേ. അവരെ ഖബർ സ്വർഗത്തോപ്പാക്കണേ. അവർക്കും ഞങ്ങൾക്കും നിന്റെ സ്വർഗം നൽകണേ അല്ലാ. നരകം ഹറാമാക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.